ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ സിപിഐഎം നേതാവ് എ പത്മകുമാറും പുറത്തേക്ക്. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായ പത്മകുമാറിന്റെ ജാമ്യാപേക്ഷയിൽ കൊല്ലം വിജിലൻസ് കോടതി വിധി പറയും. ദ്വാരപാലക പാളി കേസിലും സ്വാഭാവിക ജാമ്യം ലഭിച്ചാൽ ഇന്ന് ജയിൽ മോചിതനാകാം. കേസിൽ തന്ത്രി ഖണ്ഡര രാജീവരെ ഇന്ന് ഇഡി ചോദ്യം ചെയ്യും. ടി.വി. പ്രസാദും അർജുൻ മട്ടന്നൂരുമാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം ടി.വി. പ്രസാദിലേക്ക് പോകുന്നു. പ്രസാദ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ പത്മകുമാർ കൂടി പുറത്തേക്ക് ഇറങ്ങുമെന്നുള്ള സാധ്യത അത് ഏകദേശം ഉറപ്പായിരിക്കുന്നു. ഇനി ഒരു കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ ഈ കേസിൽ പുറത്തിറങ്ങുന്ന 8ാമത്തെ ആളായി പത്മകുമാറും മാറുകയാണ്. ഈ SIT മാർച്ച് 31-നകം ഈ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നീക്കത്തിലുമാണ്. ഈ അന്വേഷണം, ഈ പ്രധാനപ്പെട്ട പ്രതികളെല്ലാം പുറത്തേക്കിറങ്ങിയ സാഹചര്യത്തിൽ SITയുടെ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ടി.വി. പ്രസാദ്. ഗുഡ് മോർണിംഗ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പത്മകുമാർ ഇന്നിപ്പോൾ ജാമ്യം കിട്ടുമോ എന്നുള്ളത് തന്നെയാണ്. സ്വാഭാവികമായി 90 ദിവസം പൂർത്തിയായത് കൊണ്ട് തന്നെ സ്വാഭാവിക ജാമ്യത്തിനുള്ള സാധ്യതയാണ് ഉള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർ, മുരാരി ബാബു, N. ബാസു അടക്കമുള്ളവർ എല്ലാവരും സ്വാഭാവിക ജാമ്യം തേടിയ സാഹചര്യത്തിൽ പത്മകുമാറിനും സ്വാഭാവിക ജാമ്യം കിട്ടാനുള്ള സാധ്യത തന്നെയാണ് കാണുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ പ്രത്യേക അന്വേഷണ സംഘം ഇതുവരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് തന്നെ ഒരു പ്രതിക്കുള്ള അവകാശമാണ് 90 ദിവസത്തിൽ സ്വാഭാവിക ജാമ്യത്തിന് അനുമതി നേടുക എന്നുള്ളത്. അത് കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി എ പത്മകുമാറിന് പുറത്തിറങ്ങാൻ കഴിയും. അത് വലിയ തിരിച്ചടിയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം. ശരി, ടി.വി. പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്. അർജുൻ മട്ടന്നൂർ കൂടി ചേരുന്നു. അർജുൻ, കഴിഞ്ഞ ദിവസം N. വാസുവിനെ അടക്കം ചോദ്യം ചെയ്തിരുന്നു. ഇന്നിപ്പോൾ തന്ത്രയും ഇഡിക്ക് മുന്നിലേക്ക് എത്തുകയാണ്. സാമ്പത്തിക ഇടപാടുകളിലാണ് പ്രധാനമായും അന്വേഷണം കേന്ദ്രീകരിക്കുന്നത്. എന്താണ് ഇഡിയുടെ നീക്കങ്ങൾ, അർജുൻ? ഇഡി എന്തായാലും നിർണായകമായ നീക്കത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് തന്ത്രി ഖണ്ഡര രാജീവരോട് ഇഡിയുടെ കൊച്ചി യൂണിറ്റിൽ ഹാജരാകാൻ വേണ്ടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ രാവിലെ തന്നെ തന്ത്രി ഹാജരാകാനാണ് സാധ്യത. ഇതിൽ ഇഡി പ്രധാനമായും അന്വേഷിക്കുന്നത് കേസിലെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നതാണ്. നേരത്തെ SIT തന്ത്രിയെ അറസ്റ്റ് ചെയ്തിരുന്നു. അതിൽ പ്രധാനമായും കണ്ടെത്തിയത് ഇത്തരത്തിൽ സ്പോൺസറായി ശബരിമലയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചതും അതോടൊപ്പം തന്നെ ഈ പാളികൾ, സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകാൻ വേണ്ടി അനുമതി നൽകിയതും തന്ത്രിയാണ് എന്നായിരുന്നു SITയുടെ കണ്ടെത്തൽ. ഈ കണ്ടെത്തലിന്റെ ചുവട് പിടിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇഡിയുടെ അന്വേഷണവും പുരോഗമിക്കുന്നത്. പക്ഷേ നേരത്തെ കോടതി, അതായത് കൊല്ലം വിജിലൻസ് കോടതി തന്ത്രിക്ക് ജാമ്യം നൽകുകയും അതിൽ ഈ തന്ത്രിയുടെ ഇതിലെ ബന്ധം കൃത്യമായി തെളിയിക്കാൻ വേണ്ടി SITക്ക് കഴിഞ്ഞിട്ടില്ല എന്നൊരു നിരീക്ഷണം നടത്തുകയും ചെയ്തിരുന്നു. എന്തായാലും നിർണായകമായ നീക്കമാണ് ഇപ്പോൾ ഇഡി നടത്തുന്നത്. മാത്രവുമല്ല, ഇന്നലെ മുൻ ദേവസ്വം പ്രസിഡന്റ് കൂടിയായ N. വാസുവിനെ ഇഡി ഏതാണ്ട് 8 മണിക്കൂറോളം ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തന്ത്രി കൂടി ഇഡിയുടെ ചോദ്യമുനയിലേക്ക് വരുന്നത്. അതേസമയം മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇഡി ഇതുവരെ ചോദ്യം ചെയ്തിട്ടുമില്ല. ശരി, അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്. തന്ത്രിയും ഇഡിയുടെ മുന്നിലേക്ക് എത്തുകയാണ് ചോദ്യം ചെയ്യലിന്. കഴിഞ്ഞ ദിവസം N. വാസുവിനെ 8 മണിക്കൂറോളമാണ് ഇഡി ചോദ്യം ചെയ്തത്. അതേസമയം ഓരോ പ്രതികളായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഈ പത്മകുമാറും ഉടൻ പുറത്തിറങ്ങുമെന്നുള്ള സൂചനകളാണ് ലഭിക്കുന്നത്.